Now, important essay ആണ് Schrodinger's time dependent wave equation. അപ്പോൾ ഷ്രോഡിഞ്ചറിന് രണ്ട് വേവ് ഇക്വേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ്. സോ ദ ഫസ്റ്റ് വൺ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേവ് ഇക്വേഷനാണ്. സോ ഇതിൽ ടി എന്നുള്ള ഫാക്ടർ ഉണ്ടായിരിക്കും ഫൈനൽ ഇക്വേഷനിൽ. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ലെറ്റ് ദ വേവ് ഫംഗ്ഷൻ psi of r t is equal to a raised to I into kx minus omega t. ഇതാണ് വേവ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഒരുപാട് ഫോർമാറ്റ് അവൈലബിൾ ആണ് വേവ് ഫംഗ്ഷന്. അതിൽ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. psi of r t is equal to a raised to I into kx minus omega t. So a is amplitude, I എന്ന് പറഞ്ഞാൽ ഇമാജിനറി നമ്പർ I, root of -1. Exponential I, kx minus omega t. K means propagation constant, x is the position, omega angular frequency, t the time. എല്ലാ ടേംസും അറിയുന്നതാണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. psi of r t is equal to a raised to I into kx minus omega t. ഇനി ഇത് ആദ്യം ചെയ്യുന്നത് ഈ കെയ്ക്കും ഒമേഗയ്ക്കുമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ കെ ഇസ് ഈക്വൽ ടു 2π/λ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ചേഞ്ച് ഡിവൈഡ് ബൈ പാത്ത് ചേഞ്ച്. ഫേസിൽ വരുന്ന ചേഞ്ച് 2π ആണ്. ഒരു കംപ്ലീറ്റ് വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2π ആണ് ഫേസിൽ വരുന്ന ചേഞ്ച്, 0π 2π ഇങ്ങനെയല്ല ആംഗിൾ. സോ 2π ഫേസ് ചേഞ്ച് ആണ്, ലാംഡയാണ് ഈ ഒരു വേവ് ലെങ്ത്ത് അല്ലെ വേവിൽ വരുന്ന പാത്തിൽ വരുന്ന ചേഞ്ച്. സോ 2π/λ ഇസ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഇനി കേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ദ റിലേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/p ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ദെൻ h/p ഇൻറ്റു 2π ഡിവൈഡ് ബൈ 2π. 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ h/2π വരും നമുക്കിവിടെ അല്ലെ. h/2π ഒരുമിച്ച് എഴുതാം, 2π/p ദെൻ റിമൈനിങ് ടേംസ് ഒരുമിച്ച് എഴുതാം. h/2π ഈസ് h കട്ട്. സോ ലാംഡ ഇസ് ഈക്വൽ ടു h കട്ട് ഇൻറ്റു 2π/p. ദെൻ ഞാനിതിൽ കെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. കെ മീൻസ് 2π/λ ആണ് അല്ലേ. സോ 2π/λ, ഈ ലാംഡ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ബൈ ലാംഡ, അതാണ് കെ. സോ റിമൈനിങ് ടേംസ് എല്ലാം ഈ LHSക്ക് എടുക്കാം. ഡിവൈഡ് ബൈ പി എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ പി ഇൻറ്റു h കട്ട് ഡിവൈഡ് ബൈ h കട്ട്. സോ കെ ഈസ് ഈക്വൽ ടു 2π/λ ഈസ് ഈക്വൽ ടു p/h ക്രോസ് എന്നായി. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? p/h ക്രോസ് എന്നായി. സോ കെക്ക് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ആയി. ഇനി ഒമേഗയ്ക്ക് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ വി ഹാവ് ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ബേസിക് ഇക്വേഷൻ. E is equal to h ന്യൂ ആണെന്ന് അറിയാം. സോ ഇതിൽ നിന്ന് ന്യൂ is equal to E/h അല്ലേ. ഈ ന്യൂ ഈ ഒമേഗയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഒമേഗ is equal to 2π ഓൾറെഡി ഉണ്ട്, ദെൻ ന്യൂ is equal to E/h. അപ്പോൾ ഞാൻ E/h അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ is equal to E ഓൾറെഡി ഉണ്ട്, 2π/h. h കട്ട് is equal to h/2π. നമുക്കിവിടെ 2π/h ആണ്, തിരിച്ചാണ്. അപ്പോൾ എന്ത് എഴുതാം? 1/h കട്ട് അല്ലേ. സോ ഒമേഗ is equal to E/h കട്ട്. അപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയി. K is equal to p/h ക്രോസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, എച്ച് ക്രോസ് എന്ന് പറയാം, എച്ച് കട്ട് എന്ന് പറയാം. കെ ഇസ് ഈക്വൽ ടു p/h ക്രോസ് ആൻഡ് ഒമേഗ ഇസ് ഈക്വൽ ടു E/h ക്രോസ്. ഇനി ചെയ്യുന്നത് ഇത് രണ്ടും നമ്മൾ ഈ കേക്കും ഒമേഗയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. psi is equal to a raised to I into p/h ക്രോസ്, അത് കെയുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എക്സ് മൈനസ് E/h ക്രോസ് ഇൻറ്റു ടി, കെ എക്സ് മൈനസ് ഒമേഗ ടി രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഹാവ് എ കോമൺ ഫാക്ടർ ബൈ എച്ച് കട്ട്, ഇതിൽ രണ്ടിലും വരുന്നുണ്ട്, അതിനെ കോമൺ ആയിട്ട് എടുക്കാം. സോ a raised to I/h കട്ട് ഇൻറ്റു px മൈനസ് ഇ ടി അല്ലേ. a raised to I/h കട്ട് ഇൻറ്റു px മൈനസ് ഇ ടി. സോ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷനെ ചേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. സോ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി അതിൽ കേക്കും ഒമേഗയ്ക്കുമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതി അല്ലേ. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് മൊമെൻറ്റം ഓപ്പറേറ്റർ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് ഓൾറെഡി psi എന്ന് പറഞ്ഞാൽ പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഒരു ഫംഗ്ഷനാണ് അല്ലേ. സോ ഇതിൽ എക്സ് ഉണ്ട്, പൊസിഷൻ, ടി, ടൈമും ഉണ്ട്. സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആസ് വെൽ ആസ് ടൈം അല്ലേ. രണ്ടും വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം പൊസിഷൻ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡോ psi/ഡോ എക്സ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ psi/ഡോ എക്സ്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എടുക്കാനുള്ള കാരണം രണ്ട് വേരിയബിൾസ് വരുമ്പോഴാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എടുക്കേണ്ടത്. ഡോ psi/ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എ ഇസ് കോൺസ്റ്റൻറ്റ്, എക്സ്പൊണൻഷ്യൽ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റേസ് ടു I/h ക്രോസ് ഇൻറ്റു px മൈനസ് ഇ ടി ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു അത് തന്നെ, പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. മൾട്ടിപ്ലൈഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇതിനുള്ളിൽ എവിടെയെങ്കിലും എക്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. സോ ഇതിനുള്ളിൽ ഇവിടെയാണ് എക്സ് വരുന്നത്, ഇതിൽ എക്സ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് നോക്കണ്ട. ഇതിൽ എക്സ് വരുന്നുണ്ട്. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതിൻ്റെ കോഫിഷ്യൻസ് എന്താണ്? പുറത്തൊരു I/h ക്രോസും
പിയും അതിൻ്റെ കോഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ ഐ പി ബൈ എച്ച് ക്രോസ് അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഐ പി ബൈ എച്ച് ക്രോസ് ആണ് ഇവിടുത്തെ കോൺസ്റ്റൻ്റ്, അത് മറക്കരുത്. പി അല്ല കോൺസ്റ്റൻ്റ്, പുറത്ത് ഐ ബൈ എച്ച് ക്രോസ് ഉണ്ട്. സോ എ ഇറേസ് ടു എക്സ്പൊണൻഷ്യൽ ദാറ്റ് ടേം ഇൻറ്റു ഐ പി ബൈ എച്ച് ക്രോസ് എന്നായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഐ പി ബൈ എച്ച് ക്രോസ് ഞാൻ ആദ്യം എഴുതുന്നു. ഇത്രയും പോർഷൻ എന്ത് തന്നെയാണ്? എ ഇറേസ് ടു ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് മൈനസ് ഇ ടി എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ അതിന് പകരം സൈ എന്ന് കൊടുക്കാം അല്ലേ. സോ ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഐ പി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ എന്നായി. എഗെയിൻ ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡോ സൈ ബൈ ഡോ എക്സിനെ ചെയ്ത് കഴിഞ്ഞാൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഐ പി ബൈ എച്ച് ക്രോസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ ഐ പി ബൈ എച്ച് ക്രോസ് അതുപോലെ എഴുതാം. ദെൻ സൈ എഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, അതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എ ഇസ് എ കോൺസ്റ്റൻറ്റ്, എക്സ്പൊണൻഷ്യൽ ഡെറിവേറ്റീവ് അത് തന്നെ, ഇ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു പി എക്സ് മൈനസ് ഇ ടി എഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇതിനുള്ളിൽ എക്സ് എവിടെ വരുന്നു? ഇതിൽ എക്സ് ഇല്ല, ഇതിൽ എക്സ് ഉണ്ട്. എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഐ പി ബൈ എച്ച് ക്രോസ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ ഐ പി ബൈ എച്ച് ക്രോസ് കൊണ്ട് എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഐ ഇൻറ്റു ഐ സ്ക്വയർ, പി ഇൻറ്റു പി സ്ക്വയർ, എച്ച് കട്ട് ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ. ഇത്രയും പോർഷൻ എന്താണ്? വേവ് ഫംഗ്ഷൻ സൈ ആണ് അല്ലേ. അപ്പോൾ അതിന് പകരം സൈ തന്നെ കൊടുക്കാം. ഇനി ഐ എന്ന് പറഞ്ഞാൽ √(-1). ദെർഫോർ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. സോ ഇവിടെയുള്ള ഐ സ്ക്വയറിന് പകരം മൈനസ് എന്നുള്ള സൈന് മാറ്റി എഴുതാം. ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് -1, ദറ്റ് ഈസ് മൈനസ് പി സ്ക്വയർ സൈ ബൈ എച്ച് കട്ട് സ്ക്വയർ. ഓക്കെ, ഈ മൈനസും എച്ച് കട്ട് സ്ക്വയറും എൽ എച്ച് എസിക്ക് എടുക്കാം. സോ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 5 ഇത് ആവശ്യമുണ്ട്. പി സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇനി ആവശ്യം വരും, അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ നമ്പർ ഇട്ട് മാറ്റി എഴുതുന്നു. ഇനി ഈ ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. പി സ്ക്വയർ സൈനെ ഞാൻ മാറ്റി എഴുതുന്നു പി ഇൻറ്റു സൈ, ശരിയല്ലേ? പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പി ഇൻറ്റു സൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പി സ്ക്വയർ സൈ ആണ് കിട്ടുക. അതേപോലെ ഇതിനെ ഞാൻ രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആലോചിക്കുക. മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു സൈ എന്നാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സോ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്, ഐ ഇൻറ്റു ഐ -1, ആ മൈനസാണ് ഇവിടെ ഇരിക്കുന്നത്. എച്ച് കട്ട് ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ, ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, പിന്നെ റിമൈനിങ് ഒരു സൈ. അപ്പോൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതൊന്ന് നോക്കി വെക്കുക, എങ്ങനെയാണ് ഈ സ്പ്ലിറ്റിംഗ് വന്നത്. ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് ആലോചിക്കേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമൊന്നും, മൈനസ് കൊടുത്തില്ലെങ്കിലും ഇത് കിട്ടും അല്ലേ? ഇവിടെ ഒരു മൈനസ് സൈൻ ഇല്ലെങ്കിലും ഈ ടേം കിട്ടും. അപ്പോഴും മൈനസ് ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഐ ഇൻറ്റു ഐ മൈനസ് എച്ച് കട്ട് ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ, അപ്പോഴും ശരിയാണ്. പക്ഷേ കോമൺ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ആണ് കൊടുക്കേണ്ടത്. പ്ലസ് ഓർ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ്, പ്ലസ് ഓർ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ ആണ് യൂസ് ചെയ്യുക. ഏത് ചെയ്താലും സെയിം ആണ്, നമ്മളിവിടെ നെഗറ്റീവ് സൈൻ എടുക്കുന്നു. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവായി ഐ മൈനസ് ഐ 1 ആയി, എച്ച് കട്ട് സ്ക്വയർ ആയി, ബാക്കിയെല്ലാം സെയിം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആലോചിക്കണം ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള റീസൺ ഇപ്പോൾ നോക്കൂ, ഇവിടെ സൈ ഉണ്ട്, ഇവിടെ സൈ ഉണ്ട് അല്ലേ? ഇവിടെ പി ഇൻറ്റു പി ഉണ്ട്, അതിന് പകരമാണ് ഈ ടേം ഇൻറ്റു ഈ ടേം, സെയിം ടേംസ് അല്ലേ? സോ പി ഈസ് ഈക്വൽ ടു കമ്പയർ ചെയ്ത് നമുക്ക് എന്താ എഴുതാം? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് അല്ലേ? സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് P is equal to minus IH cross, ഇത്രയും ടേം P ആണ്, ഇത്രയും ടേം P ആണ്, minus IH cross dou by dou x. So this is known as momentum operator. So momentum operator P is equal to minus IH cross dou by dou x. This is known as momentum operator, very important. ഇനി നമുക്ക് വേണ്ടത് എനർജി ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ മൊമെൻറ്റം ഓപ്പറേറ്റർ എത്തിക്കഴിഞ്ഞു. നോ വി ഹാവ് ടു ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ എനർജി ഓപ്പറേറ്റർ. അപ്പോൾ അതിന് ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പൊസിഷൻ വെച്ച് 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് മൊമെൻറ്റം ഓപ്പറേറ്ററിലേക്ക് എത്തിയത്. സോ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറഞ്ഞാൽ പൊസിഷനും അതിൽ വരുന്നുണ്ട്, ടൈമും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമ്മൾ ഈ സൈ എന്നുള്ള വേവ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. സോ ഡോ സൈ ബൈ ഡോ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഓൾറെഡി ചെയ്ത പോലെ തന്നെ എ ഈസ് എ കോൺസ്റ്റൻറ്റ്, എക്സ്പൊണൻഷ്യൽ ഡെറിവേറ്റീവ് അത് തന്നെ എ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു പി എക്സ് മൈനസ് ഇ ടി മൾട്ടിപ്ലൈഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ എവിടെ ടൈം വരുന്നു എന്ന് നോക്കണം. പി എക്സിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് ഈ ടേം നമുക്ക് നോക്കണ്ട, ഇവിടെയാണ് ടൈം വരുന്നത് അല്ലേ? അപ്പോൾ ടൈമിൻ്റെ ഡെറിവേറ്റീവ് 1, അതിൻ്റെ കോഫിഷ്യൻറ്റ് -e അല്ല
പുറത്തൊരു I/H കൂടിയുണ്ട്. സോ മൈനസ് IE/H എന്നുള്ളതാണ് കോൺസ്റ്റൻറ്റ്. ഇവിടെ തെറ്റരുത്, ഈ മാത്രമായിട്ട് അല്ലെങ്കിൽ മൈനസ് ഈ മാത്രമല്ല ടിയുടെ കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, കോമൺ ആയിട്ടൊരു I/H ഔട്ട്സൈഡിലുണ്ട്. സോ ടോട്ടൽ കോഫിഷ്യൻ്റ് മൈനസ് IE/H എന്നുള്ളതാണ് അല്ലേ. സോ ∂ψ/∂t ഈസ് ഈക്വൽ ടു മൈനസ് IE/H ഞാൻ ആദ്യം എഴുതുന്നു. ഇത്രയും പോർഷൻ എന്ത് തന്നെയാണ്, വേവ് ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ. അത് ആ ഫോർമാറ്റിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സോ അതിനെ സൈ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യുന്നത് ഈ ഒരു H കട്ടിനെ ഞാൻ LHSക്ക് എടുക്കുകയാണ്. സോ ബൈ H കട്ട് ഇൻറ്റു H കട്ടായിട്ട് മാറും. സോ വി ഹാവ് മൾട്ടിപ്ലൈഡ് ബൈ H കട്ട് ∂ψ/∂t ഈസ് ഈക്വൽ ടു മൈനസ് IE psi. ഇതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്ന് തന്നെ എനർജി ഓപ്പറേറ്റർ എഴുതാം. രണ്ട് സൈഡിലും ഞാൻ I വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ബിക്കോസ് ഈ I റിമൂവ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഹിയർ IH ക്രോസ് ∂ψ/∂t ഈസ് ഈക്വൽ ടു ഓൾറെഡി -1 ഇവിടെ ഉണ്ട്. I ഇൻറ്റു I സ്ക്വയർ ഈ സൈ റിമൈനിങ് ടേംസ് I കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, IH ക്രോസ് ∂ψ/∂t ഈസ് ഈക്വൽ ടു I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. മൈനസ് പോസിറ്റീവായി, പിന്നെ എന്തുമാത്രം ഈ സൈ മാത്രം അല്ലേ. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഇവിടെയും സൈ വരുന്നുണ്ട്, ഇവിടെയും സൈ വരുന്നുണ്ട്. ഇവിടെ ഇ ഉണ്ട്, അപ്പോൾ ബാക്കി റിമൈനിങ് ടേം എന്തായിരിക്കും, ഈക്വാലിറ്റി ആണല്ലോ. സോ ഇ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, IH ക്രോസ് ∂/∂t. ബാക്കിയുള്ള ടേം സൈ ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള ടേം ഇ ആണ് അല്ലേ. സോ ഹിയർ ഇ ഈസ് ഈക്വൽ ടു IH ക്രോസ് ∂/∂t. ദിസ് ഇസ് നോൺ ആസ് എനർജി ഓപ്പറേറ്റർ. അപ്പോൾ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് IH ക്രോസ് ∂/∂x ആണ്. എനർജി ഓപ്പറേറ്റർ IH ക്രോസ് ∂/∂t ആണ്. സോ എനർജി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ∂/∂t വന്നത്. മൊമെൻറ്റം കണ്ടുപിടിച്ചത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ∂/∂x വന്നത്. രണ്ടിലും IH ക്രോസ് വരുന്നുണ്ട്. മൊമെൻറ്റത്തിൽ നെഗറ്റീവ് സൈൻ വേണം, എനർജിയിൽ പോസിറ്റീവ് സൈനാണ്. അത്രയാണ് വ്യത്യാസം. സോ മൊമെൻറ്റം ഓപ്പറേറ്ററായി, എനർജി ഓപ്പറേറ്ററായി. ഇനി ഒരു ഓപ്പറേറ്റർ കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ആ ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജിയാണ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ½ m², പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ V. ഈസ് ഈക്വൽ ടു ½ m² ഇങ്ങനെ മാറ്റി എഴുതാം, P²/2m എന്ന് മാറ്റി എഴുതാം. P²/2m ചെയ്ത് നോക്കിയാൽ ½ m² കിട്ടും. P എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, P² എന്ന് പറഞ്ഞാൽ m² V²/2m. ഒരു m ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ½ m² ആണ് വരിക അല്ലേ. സോ കൈനറ്റിക് എനർജി ½ m² പകരം P²/2m + V എന്ന് കൊടുക്കാം. ഇനി ഇതിൽ രണ്ട് സൈഡും സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ E ഇൻറ്റു സൈ ഈ സൈ, ദിസ് ടേം ഇൻറ്റു സൈ, P²/2m + V ഇൻറ്റു സൈ. അപ്പോൾ രണ്ട് സൈഡിലും സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ സൈ ഇസ് ഈക്വൽ ടു ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ H എന്ന് കൊടുക്കുകയാണ്. P²/2m + V, ആ ടേമിന് H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ സൈ ഇസ് ഈക്വൽ ടു H സൈ. ദിസ് H എന്താണ്, H P²/2m + V അല്ലേ. ഇത്രയും ടേമിനെയാണ് H ആയിട്ട് റീപ്ലേസ് ചെയ്തത്. ദിസ് ഇസ് നോൺ ആസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പോൾ എന്താ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. P²/2m + V, that is known as Hamiltonian operator. E psi is equal to H psi. ഈ ഇക്വേഷനെ eigen value ഇക്വേഷൻ എന്ന് കൂടി പറയും. E psi is equal to H psi എന്നുള്ള ഇക്വേഷനെ eigen value ഇക്വേഷൻ എന്ന് കൂടി പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എനർജി ഓപ്പറേറ്റർ പറഞ്ഞു, മൊമെൻറ്റം ഓപ്പറേറ്റർ പറഞ്ഞു, ഇപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്താണെന്ന് കൂടി ഡിഫൈൻ ചെയ്തു. ഇനി ഇക്വേഷൻ നോക്കാം. ഏതാണ് ഇക്വേഷൻ 9. E psi is equal to സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ P² ഇൻറ്റു സൈ, P² psi/2m + V ഇൻറ്റു സൈ, V സൈ അങ്ങനെ എഴുതാം. എന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ E എന്ന് പറഞ്ഞാൽ എനർജി ഓപ്പറേറ്റർ നമ്മുടെ കയ്യിലുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. P² സൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു ഇക്വേഷൻ നമ്പർ 5 ഇവിടെ എഴുതിയിരുന്നു. P² സൈ എന്ന് പറഞ്ഞാൽ -h² ∂² psi/∂x² ആണ്. എന്നിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് P ഫൈൻഡ് ഔട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ P² സൈ ഇവിടെയുണ്ട്, P² സൈ കണ്ടില്ലേ. അപ്പോൾ അതിന് പകരം അത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്ക് പകരം എന്താണ് IH ക്രോസ് ∂/∂t. സോ IH ക്രോസ് ∂/∂t ഓൾറെഡി ഒരു സൈ അവിടെ ഉണ്ട്. സോ IH ക്രോസ് ∂ψ/∂t ഈസ് ഈക്വൽ ടു P² സൈ. P² സൈ എന്ന് പറഞ്ഞാൽ നോക്കുക, ഇക്വേഷനിൽ -h² ∂² psi/∂x², അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. -h² ∂² psi/∂x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു /2m ഓൾറെഡി ഉണ്ടല്ലോ, അത് /2m അതുപോലെ എഴുതുന്നു + V സൈ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, P² സൈ എന്താണെന്നുള്ളതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ IH ക്രോസ് ∂ψ/∂t ഈസ് ഈക്വൽ ടു
മൈനസ് എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m. ഇതിൽ രണ്ടിലും സൈ വരുള്ളൂ, അതിന് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി അത് കോമൺ ആയിട്ട് പുറത്ത് തന്നെ ആയിരുന്നു, ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തത് ഈ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ദാറ്റ് ഈ കോമൺ ഫാക്ടർ നമുക്ക് വീണ്ടും ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി കോമൺ ആയിട്ട് വരുന്ന സൈ പുറത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. സോ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഇൻറ്റു സൈ whole multiplied by psi. This is one-dimensional Schrodinger's time-dependent wave equation. Okay. ഇത് 1 ഡയമെൻഷണൽ എന്ന് പറയാനുള്ള കാരണം ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ, എക്സ് എന്നുള്ള വേരിയബിൾ മാത്രം. സോ ഇറ്റ് ഈസ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാൻ ഇതിൽ ടൈം എന്നുള്ളൊരു ഫാക്ടർ ഇവിടെ ഉണ്ട്, ഡോ ബൈ ഡോ ടി എന്ന് കണ്ടല്ലോ, ടൈം എന്നുള്ളൊരു ഫാക്ടർ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേവ് ഇക്വേഷനാണ്, 1 ഡയമെൻഷണൽ ആണ്. ഇനി V0 ആണെന്ന് വിചാരിക്കുക. V0 എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളിലെ പൊട്ടൻഷ്യൽ എനർജി ഇല്ലെങ്കിൽ ഈ ടേം ഉണ്ടായിരിക്കില്ല അല്ലേ, അപ്പോൾ ഈ ടേം മാത്രം, അപ്പോൾ ഈ സെക്കൻഡ് ടേം വേണ്ട. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഡോ സൈ ബൈ ഡോ ടി സീക്വൾ എന്ത് മാത്രം, മൈനസ് എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രം V0 ആയിട്ട് മാറും. അത് V0 ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇനി ഇത് 1 ഡയമെൻഷണൽ കേസാണ്. ഇത് 3 ഡയമെൻഷനിലേക്ക് മാറ്റണമെങ്കിൽ എന്തൊക്കെ കൊടുക്കേണ്ടി വരും? എക്സ് സ്ക്വയർ പറഞ്ഞ പോലെ വൈ സ്ക്വയർ വേണം, സെറ്റ് സ്ക്വയർ വേണം അല്ലേ. അപ്പം ഞാനതിനെ മാറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിസൺ, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ പ്ലസ് വി സൈ അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ 1 ഡയമെൻഷനിലാവുന്ന കേസിൽ. അപ്പം 3 ഡയമെൻഷനിലാവുമ്പോൾ 2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m. ഇത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതാണ് ഡെൽ സ്ക്വയർ സൈ, ഡെൽ ഓപ്പറേറ്റർ അല്ലേ, ഡെൽ സ്ക്വയർ സൈ പ്ലസ് റിമൈനിങ് വി സൈ. അപ്പോൾ ഇതും 3 ഡയമെൻഷണൽ കേസാണ്. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം.